അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 4 വ്യാഴാഴ്ച. 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടവുമായി ടീം ഇന്ത്യ പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ ഇന്ന് ഡൽഹിയിലെത്തും. രാവിലെ ഡൽഹിയിലെത്തുന്ന ടീം ഇന്ത്യയെ കാത്തിരിക്കുന്നത് വമ്പൻ സ്വീകരണങ്ങളാണ്. താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയും ഒന്നിച്ചുള്ള പ്രഭാത ഭക്ഷണത്തിന് ശേഷം സ്വീകരണത്തിനും റോഡ് ഷോയ്ക്കുമായി മുംബൈയിലേക്ക് പോകും. ട്രോഫിയുമായി താരങ്ങൾ മുംബൈ നഗരത്തിൽ റോഡ് ഷോ നടത്തും. നരിമാൻ പോയിന്റ്, മറൈൻ ഡ്രൈവ്, വാങ്കഡെ സ്റ്റേഡിയം വരെ ഓപ്പൺ ബസ്സിലാണ് റോഡ് ഷോ. വൈകിട്ട് 5 മുതലാണ് വിക്ടറി പരേഡ്. തുടർന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ള സ്വീകരണ പരിപാടിയിൽ വെച്ച് ടീമിനെ പ്രഖ്യാപിച്ച 125 കോടി രൂപ BCCI കൈമാറും. മണിപ്പൂർ വിഷയത്തിൽ മൗനം വെടിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണിപ്പൂരിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ നിരന്തര ശ്രമം തുടരുകയാണെന്നും സംഘർഷം ആളിക്കത്തിക്കുന്നവരെ ജനം തിരസ്കരിക്കുമെന്നും മോദി രാജ്യസഭയിൽ പറഞ്ഞു. ഇന്നർ മണിപ്പൂരിലെ കോൺഗ്രസ് MP എ ബിമോൽ അക്കോയ്ജം തിങ്കളാഴ്ച അർദ്ധരാത്രി ലോക്സഭയിൽ നടത്തിയ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് രാജ്യസഭയിലെ പ്രസംഗത്തിൽ ഈ വിഷയം പരാമർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായത്. അഴിമതിക്കാർ ആരും രക്ഷപ്പെടില്ലെന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്ന് പ്രധാനമന്ത്രി പാർലമെന്റിൽ വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച നടന്നുവെന്നത് തികച്ചും തെറ്റായ കാര്യമാണെന്നും ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നതും ദൗർഭാഗ്യകരമാണെന്നും വിദ്യാർത്ഥികളുടെ ഭാവിക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നുണ്ടെന്നും മോദി വ്യക്തമാക്കി. വീരമൃത്യു വരിച്ച അഗ്നിവീറുകളുടെ കുടുംബത്തിന് 1 കോടി രൂപ ധനസഹായം നൽകിയെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന കളവെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മാപ്പ് പറയണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. മന്ത്രി പറഞ്ഞതുപോലെ ധനസഹായം കിട്ടിയിട്ടില്ലെന്ന് വീരമൃത്യു വരിച്ച അഗ്നിവീറുകളുടെ കുടുംബം പ്രതികരിച്ചിരുന്നു. അഗ്നിവീർ അജയ് സിംഗിന്റെ അച്ഛന്റെ വാക്കുകൾ പങ്കുവച്ചായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. അതേസമയം അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബത്തിന് 98 ലക്ഷം രൂപ ധനസഹായം നൽകിയെന്നും 67 ലക്ഷം രൂപ കൂടി നടപടികൾ പൂർത്തിയാക്കി നൽകുമെന്നും രാഹുൽ ഗാന്ധിയുടെ വാദം തള്ളി കരസേന വ്യക്തമാക്കി. സൈന്യത്തിന്റെ വിശദീകരണം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ട്വീറ്റ് ചെയ്തു. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഹിന്ദുവിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള കോൺഗ്രസ് ഓഫീസായ രാജീവ് ഗാന്ധി ഭവന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഗുജറാത്തിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ നടന്ന അക്രമം BJPക്കും സംഘപരിവാറിനും എതിരെയുള്ള തന്റെ വാദത്തെ ശക്തിപ്പെടുത്തുന്നതാണെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. BJPക്ക് ഹിന്ദു സംസ്കാരത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അറിയില്ലെന്നും BJP വെറുപ്പും അക്രമവുമാണ് പ്രചരിപ്പിക്കുന്നതെന്നും ഗുജറാത്തിലെ ജനങ്ങൾ BJP സർക്കാരിനെ ഒരു പാഠം പഠിപ്പിക്കുമെന്നും ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. മാന്നാറിൽ കൊല്ലപ്പെട്ട കലയുടെ മരണവുമായി ബന്ധപ്പെട്ട് 3 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കേസിലെ പ്രതികളായിട്ടുള്ള ജിനു, സോമൻ, പ്രമോദ് എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഭർത്താവ് അനിലാണ് 1ാം പ്രതി. ഇവർ 4 പേരും ചേർന്ന് കലയെ കാറിൽ വെച്ച് കൊലപ്പെടുത്തി കുഴിച്ചുമൂടി എന്നാണ് പോലീസിന്റെ നിഗമനം. കലയുടെ കൊലപാതകത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് സുരേഷ് മത്തായി. 2 ദിവസമായി പ്രതികൾ പോലീസ് കസ്റ്റഡിയിലാണ്. വെറുമൊരു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. മൃതശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടില്ല. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള തെളിവും ലഭിച്ചിട്ടില്ലെന്നും സുരേഷ് മത്തായി ആരോപിച്ചു. 10ാം ക്ലാസ് പാസ്സായവർക്ക് എഴുത്തും വായനയും അറിയില്ലെന്ന സജി ചെറിയാന്റെ പ്രസ്താവനയോട് പ്രതികരിച്ച് മന്ത്രി വി ശിവൻകുട്ടി. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് സത്യമല്ല, ശുദ്ധ മനസ്സുകൊണ്ടാണ് പലതും പറയുന്നത്. തിരുത്താൻ സമയം കൊടുക്കാമെന്നും ശിവൻകുട്ടി പറഞ്ഞു. എന്തുകൊണ്ട് സജി ചെറിയാൻ തിരുത്തിയില്ലെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് പനിയാണെന്നും നിയമസഭയിലും മന്ത്രിസഭാ യോഗത്തിലും വന്നില്ലെന്നും ശിവൻകുട്ടി മറുപടി നൽകി. കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിൽ MLA മാർക്കെതിരെ കേസെടുത്തതിനെതിരെ KSU നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് KSU പ്രവർത്തകർക്ക് നേരെ 3 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രവർത്തകർ MG റോഡ് ഉപരോധിച്ചു. സംസ്കൃത കോളേജിന് മുന്നിലെ SFI ബാനറുകളും KSU പ്രവർത്തകർ വലിച്ചുകീറി.
പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തുതള്ളുമുണ്ടായി. MLA-മാരുടെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി സ്റ്റേഷൻ ഉപരോധം നടന്നത്. ഓരോ വർഷവും ക്രൈസ്തവ സമൂഹം കൂടുതൽ വിവേചനം അനുഭവിക്കുന്നുവെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് മെത്രാപ്പൊലീത്ത. മുന്നോക്ക സമുദായം എന്ന് പറയുമെങ്കിലും എല്ലാ കാര്യത്തിലും പിന്നോക്കം പോകുന്ന സമുദായമായി മാറുകയാണ്. സംസ്ഥാന സർക്കാർ നയങ്ങൾക്ക് എതിരായ തൃശൂർ അതിരൂപതയുടെ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക, ജൂലൈ 3 അവധി ദിനമായി പ്രഖ്യാപിക്കുക, ക്രൈസ്തവ സഭയോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ധർണ. ലിറ്റിൽ കൈറ്റ്സ് കുട്ടികളെ ഉപയോഗപ്പെടുത്തി സംസ്ഥാനത്തെ 8 മുതൽ 12 വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് റോബോട്ടിക് പരിശീലനം നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇതിനായി ഈ വർഷം 20,000 റോബോട്ടിക് കിറ്റുകൾ കൂടി CSR ഫണ്ട് ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തി സ്കൂളുകളിൽ അടുത്ത മാസം മുതൽ ലഭ്യമാക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ സാങ്കേതിക കാര്യങ്ങളുടെ ചുമതലയുള്ള കൈറ്റ് തയ്യാറാക്കിയ സമഗ്ര പ്ലസ് ഡിജിറ്റൽ പോർട്ടൽ ഈ മാസം മുതൽ ക്ലാസ് മുറികളിൽ പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഇറാൻ കേന്ദ്രീകരിച്ചുള്ള രാജ്യാന്തര അവയവക്കടത്ത് കേസ് ഏറ്റെടുത്ത് NIA. രാജ്യാന്തര തലത്തിൽ മനുഷ്യക്കടത്ത് നടന്നെന്ന വിലയിരുത്തലിലാണ് കേസ് NIA കൊച്ചി യൂണിറ്റ് ഏറ്റെടുത്തത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് അനുമതി കിട്ടി. ഇതോടെ കൊച്ചിയിലെ NIA കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ പൂർത്തിയായി. നിലവിൽ ആലുവ റൂറൽ പോലീസിന്റെ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കേസ് NIA ഏറ്റെടുക്കുന്നതോടെ ഇറാൻ കേന്ദ്രീകരിച്ച് അന്വേഷണം വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷ. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ തോൽവിയിൽ തുറന്ന വിമർശനം നടത്തി മുതിർന്ന നേതാവ് തോമസ് ഐസക്. LDF അടിത്തറയിലെ ഒരു വിഭാഗം വോട്ട് BJP-യിലേക്ക് പോയെന്നും ഇത് ഗൌരവത്തോടെ പരിശോധിക്കണമെന്നും തോമസ് ഐസക് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM പരിശോധനകൾ തുടരുന്നതിനിടയിലാണ് തോമസ് ഐസക് സോഷ്യൽ മീഡിയ വഴി പ്രതികരണം നടത്തിയത്. തിരുവല്ല നഗരസഭയിലെ ഓഫീസിൽ റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ നഗരസഭാ സെക്രട്ടറിയുടെ നോട്ടീസിൽ വിശദീകരണം നൽകി തിരുവല്ല നഗരസഭയിലെ ജീവനക്കാർ. ഞായറാഴ്ചയാണ് റീൽസ് ചിത്രീകരിച്ചതെന്നാണ് ജീവനക്കാർ നൽകിയ മറുപടി കണ്ടിട്ടില്ലെന്നും പരിശോധിച്ച ശേഷം ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച ശേഷമായിരിക്കും കൂടുതൽ നടപടിയെന്നും അവധിയിലുള്ള നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. വിവാദ റീൽസിൽ ഉദ്യോഗസ്ഥരെ പിന്തുണച്ച് മുൻ കോഴിക്കോട് കളക്ടർ N പ്രശാന്ത് IAS. ഒരു ഞായറാഴ്ച ദിവസം റീലുണ്ടാക്കാനും പോസ്റ്റിടാനും പൊതുസ്ഥലത്ത് ഒരു പൗരന് അവകാശമുണ്ടെന്നാണ് എന്റെ പരിമിതമായ നിയമപരിജ്ഞാനമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രശാന്ത് പിന്തുണ അറിയിച്ചു. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്ന സാഹചര്യത്തിലാണ് പിന്തുണയുമായി പ്രശാന്ത് രംഗത്തെത്തിയത്. സർക്കാർ ഓഫീസിനുള്ളിൽ റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ ജീവനക്കാരെ പിന്തുണച്ച് തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ്. തിരുവല്ല നഗരസഭയിൽ ജീവനക്കാർ ഉൾപ്പെട്ട സോഷ്യൽ മീഡിയ റീൽ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ മേധാവിയിൽ നിന്നും നഗരസഭാ സെക്രട്ടറിയിൽ നിന്നും മന്ത്രി വിവരങ്ങൾ തേടിയിരുന്നു. എറണാകുളം ഏലൂരിലുണ്ടായ മാലിന്യപ്പുക അണച്ച് ഫയർഫോഴ്സ്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ സെറ്റിന്റെ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചതോടെയാണ് പ്രദേശത്ത് മാലിന്യപ്പുക ഉയർന്നത്. പ്ലാസ്റ്റിക്കും മറ്റു വസ്തുക്കളും കത്തി ജനങ്ങൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ചെയ്തു. പ്രദേശവാസികൾ പരാതിയുമായി രംഗത്തെത്തിയതോടെ ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കുകയായിരുന്നു. സംസ്ഥാനത്തെ IPS ഉദ്യോഗസ്ഥ തലത്തിൽ മാറ്റം. സ്പർജൻ കുമാർ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാകും. നിലവിലെ കമ്മീഷണർ നാഗരാജു പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD-യാകും. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് സ്ഥാനത്തു നിന്നും മാറ്റിയ അങ്കിത് അശോകിനെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിയമനം നൽകി. സതീഷ് ബിനോ പോലീസ് ആസ്ഥാന DIG-യാകും. DGP സഞ്ജീവ് കുമാർ പട്ജോഷി മനുഷ്യാവകാശ കമ്മീഷൻ ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടറാകും. P പ്രകാശ് ക്രൈംബ്രാഞ്ച് കോഴിക്കോട് സോൺ IG-യാകും. ട്രെയിൻ ഗതാഗതവുമായി ബന്ധപ്പെട്ട് കേരളം ഉന്നയിച്ച വിഷയങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് റെയിൽവേ ഉന്നത അധികൃതർ ഉറപ്പു നൽകി. സംസ്ഥാനത്തെ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി V അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സർക്കാർ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് വിഷയത്തിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ സ്വകാര്യ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും പ്രാക്ടീസ് നടത്തുന്നുണ്ടെന്ന ആരോപണം വിജിലൻസ് വിഭാഗം ജാഗ്രതയോടെ പരിശോധിച്ച് ഫലപ്രദമായി ഇടപെടണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി.
പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെയുള്ള ആരോപണം അന്വേഷിക്കാൻ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയതായി DMO അറിയിച്ചു. കേരളം ഭാവിയുടെ ടൂറിസം ഡെസ്റ്റിനേഷനായി മാറിക്കഴിഞ്ഞെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. മാറുന്ന കാലത്തിന്റെ അഭിരുചികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നടപ്പാക്കുന്ന പദ്ധതികളാണ് കേരളത്തിലേക്ക് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്നത്. ക്യൂബൻ അംബാസഡർ ഇൻചാർജ് എബൽ ഡെഷ്പാനിയയുടെ കേരളം ടൂറിസം അധികൃതരുമായുള്ള കൂടിക്കാഴ്ച വേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് 2 ദിവസം ആർത്തവ അവധി നൽകണമെന്ന് എറണാകുളം റൂറൽ ജില്ലാ സമ്മേളനത്തിൽ കേരള പോലീസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ക്രമരഹിതമായ ഡ്യൂട്ടി മൂലം ശാരീരികമായി പ്രയാസങ്ങൾ ഏറെ അനുഭവിക്കുന്നുണ്ട്. ആർത്തവ സമയങ്ങളിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ പരിഗണിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ 11-12 ക്ലാസുകളിലെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിനുള്ള നടപടികൾ ഈ മാസം ആരംഭിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ആദ്യഘട്ടത്തിൽ NCERT കേരളം തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളുടെ പരിഷ്കാരം നടക്കും. സ്പോർട്സ് വിദ്യാലയങ്ങൾക്കായി വിദ്യാഭ്യാസ കായിക വകുപ്പുകൾ ചേർന്ന് പ്രത്യേക പാഠ്യപദ്ധതി രൂപീകരിക്കും. ക്ലസ്റ്റർ യോഗത്തിൽ അധ്യാപകർ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി തയ്യാറാക്കിയ പുസ്തകം ഈ മാസം പ്രസിദ്ധീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷിതാക്കൾക്കായുള്ള പുസ്തകം തയ്യാറാക്കിയത്. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു പുസ്തകം രക്ഷിതാക്കൾക്കായി തയ്യാറാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇതെന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്തെ? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് ഉന്നയിച്ച് ഇന്ന് രാജ്യവ്യാപകമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പ് മുടക്കുമെന്ന് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചു. SFI, AISF, ഐസ തുടങ്ങിയ സംഘടനകളാണ് വിദ്യാഭ്യാസ ബന്ദിനെ ആഹ്വാനം ചെയ്തത്. നീറ്റ് നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യം. ഇന്നലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. നീറ്റ് UG പരീക്ഷാ പേപ്പർ ക്രമക്കേടിലെ മുഖ്യ സൂത്രധാരൻ അമിത് സിംഗിനെ ജാർഖണ്ഡിൽ നിന്ന് CBI അറസ്റ്റ് ചെയ്തു. ഹസാരിബാഗിലെ സ്കൂൾ പ്രിൻസിപ്പൽ ഇസാൻ ഉൽ ഹഖ്, പരീക്ഷാ സെന്റർ സൂപ്രണ്ട് ഇംതിയാസ് ആലം എന്നിവരടക്കം കേസിൽ നേരത്തെ അറസ്റ്റിലായിരുന്നു. ഹസാരിബാഗിലെ സ്കൂളിൽ നിന്നാണ് ചോദ്യപേപ്പർ ചോർന്നത്. തമിഴ്നാട് BJP അധ്യക്ഷനും മുൻ IPS ഉദ്യോഗസ്ഥനുമായ K. അണ്ണാമലൈ വിദ്യാഭ്യാസത്തിനായി ബ്രിട്ടനിലേക്ക് പോയേക്കുമെന്ന് സൂചന. 3 മാസത്തെ കോഴ്സിന് വേണ്ടിയാണ് അദ്ദേഹം ബ്രിട്ടനിലേക്ക് തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇക്കാര്യം അണ്ണാമലൈ സ്ഥിരീകരിച്ചിട്ടില്ല. മഹാരാഷ്ട്രയിൽ സിക്ക വൈറസ് കേസുകൾ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. രോഗം ബാധിച്ച ഗർഭിണികളെയും അവരുടെ ഗർഭസ്ഥ ശിശുക്കളെയും പ്രത്യേകം പരിശോധിക്കുകയും നിരന്തരം നിരീക്ഷണം ഉറപ്പാക്കണമെന്നും കേന്ദ്രം നിർദ്ദേശിച്ചു. ആശുപത്രികളും ആരോഗ്യ സ്ഥാപനങ്ങളും കൊതുക് മുക്തമാക്കണം. ഇതിനായി നോഡൽ ഓഫീസറെ നിയമിക്കണം. ജനവാസ മേഖലകൾ, ജോലിസ്ഥലങ്ങൾ, സ്കൂളുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലും കീടങ്ങളെ തുരത്താനും അണുമുക്തമാക്കാനും നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ഹത്രസിൽ മതപരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 130 പേർ മരിച്ച സംഭവത്തിൽ UP സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പുതിയ ചട്ടങ്ങൾ കൊണ്ടുവരുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. സംഭവത്തിന് പിന്നാലെ പരിപാടിയുടെ മുഖ്യ സംഘാടകനായ ബോലെ ബാബ ഒളിവിൽ പോയെന്നാണ് വിവരം. ഇയാളെ കണ്ടെത്താനായി അന്വേഷണം തുടരുകയാണ്. ഹത്രസിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു. ഇരകളുടെ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് മുഖ്യമന്ത്രിയുടെ ബാൽസേവ പദ്ധതി പ്രകാരം വിദ്യാഭ്യാസത്തിനുള്ള ക്രമീകരണങ്ങൾ നടത്തും. മരിച്ചവരുടെ കുടുംബത്തിന് 4 ലക്ഷം വീതവും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതവും നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ ഹത്രസിൽ തിക്കിലും തിരക്കിലും 130 പേർ മരിക്കാനിടയാക്കിയ സത്സംഗ് സംഘടിപ്പിച്ച വിവാദ ആൾദൈവം ബോലെ ബാബ ലൈംഗിക അതിക്രമ കേസിലും പ്രതിയായിരുന്നുവെന്ന് റിപ്പോർട്ട്. ഉത്തർപ്രദേശിലെ വിവിധ ഇടങ്ങളിലും രാജസ്ഥാനിലും ബോലെ ബാബ എന്ന സുരാജ് പാലിനെതിരെ കേസുകളുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹത്രസിൽ മതപരിപാടിക്കിടെ നടന്ന സംഭവത്തിന് പിന്നാലെ പരിപാടിയുടെ മുഖ്യ സംഘാടകനായ ബോലെ ബാബയുടെ പേരിലുള്ള കത്ത് പുറത്ത്. പരിക്കേറ്റവർ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നുമാണ് കത്തിൽ പറയുന്നത്.
തിക്കും തിരക്കും ഉണ്ടാക്കിയതിൽ സാമൂഹിക വിരുദ്ധരുടെ ഇടപെടൽ ഉണ്ടെന്നും ഇതിൽ നിയമ നടപടി സ്വീകരിക്കാൻ സുപ്രീം കോടതി അഭിഭാഷകൻ AP സിംഗിനെ ചുമതലപ്പെടുത്തിയെന്നുമാണ് കത്തിൽ പറയുന്നത്. കങ്കണ റണാവത്ത് MP-യെ തല്ലിയ നിലവിൽ സസ്പെൻഷനിലുള്ള CISF കോൺസ്റ്റബിൾ കുൽവീന്ദർ കൗറിനെ സ്ഥലം മാറ്റി. കർണാടക CISF-ന്റെ 10ാം ബറ്റാലിയനിലേക്കാണ് കുൽവീന്ദർ കൗറിനെ സ്ഥലം മാറ്റിയത്. കൗറിനെതിരായ അന്വേഷണം തുടരുകയാണെന്നും അന്തിമ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടിയുണ്ടാകുമെന്നും CISF വ്യക്തമാക്കി. രാജ്യസഭയിലെ നേതാക്കളെ തീരുമാനിച്ച് CPM ബികാഷ് രഞ്ജൻ ഭട്ടാചാര്യയെ രാജ്യസഭാ കക്ഷി നേതാവായും ജോൺ ബ്രിട്ടാസ് ഉപനേതാവുമായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന CPM രാജ്യസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനം. 4 അംഗങ്ങളാണ് CPM-ന് രാജ്യസഭയിലുള്ളത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറൻ രാജിവെച്ചു. റാഞ്ചിയിൽ രാജ്ഭവനിലെത്തി രാജിക്കത്ത് ഗവർണർ CP രാധാകൃഷ്ണനെ കൈമാറി. ഹേമന്ത് സോറനും മറ്റ് നേതാക്കൾക്കും ഒപ്പമാണ് ചമ്പൈ സോറൻ രാജ്ഭവനിലെത്തിയത്. അതേസമയം സർക്കാരുണ്ടാക്കാൻ ഹേമന്ത് സോറൻ അവകാശവാദം ഉന്നയിച്ചു. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപുമായുള്ള സംവാദത്തിന് ശേഷമുള്ള ആദ്യ സർവേകളിൽ തിരിച്ചടി നേരിട്ട ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയും നിലവിലെ പ്രസിഡന്റുമായ ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയേക്കുമെന്ന് റിപ്പോർട്ട്. അതേസമയം റിപ്പോർട്ടുകൾ നിഷേധിച്ച് ബൈഡന്റെ പ്രചാരണ വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. 2020 ലോകകപ്പിലെ മികച്ച പ്രകടനത്തിലൂടെ ICCയുടെ 2020 ഓൾറൗണ്ടർ പട്ടികയിൽ ഇന്ത്യയുടെ ഹാർദിക് പാണ്ഡ്യ ഒന്നാമതെത്തി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ താരം ഓൾറൗണ്ടർമാരിൽ ഒന്നാമതെത്തുന്നത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.